അധ്യാപനത്തിനൊപ്പം കാർട്ടൂണുകളെയും പുതുതലമുറയെ വാർത്തെടുക്കാൻ ഫലപ്രദമായി ഉപയോഗിച്ച പ്രതിഭയാണ് സേരി മാസ്റ്റർ എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സമന്വയ സാംസ്കാരിക സദസ്സും കേരള കാർട്ടൂൺ അക്കാദമിയും ചേർന്ന് പള്ളിപ്പുറം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച കാർട്ടൂണിസ്റ്റ് സേരി മാസ്റ്ററുടെ നവതി ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാർട്ടൂൺ രചനയിൽ പുതുതലമുറയ്ക്ക് വഴികാട്ടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ നൂറുകണക്കിന് വരുന്ന ശിഷ്യഗണങ്ങൾ ഇതിന് തെളിവാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. സേരി മാഷിന്റെ നവതി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ എന്നെ ക്ഷണിച്ചപ്പോൾ ശ്രീ മോനായി വക്കീൽ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ എന്നെ ആദരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം എനിക്ക് ആ നിയോഗം ഉണ്ടായി. സത്യത്തിൽ ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് ചെയ്തത്. എനിക്ക് നൽകിയ ആദരവായിട്ടാണ് ഞാൻ കാണുന്നത്. ഇത്രയൊരു വലിയ മനുഷ്യനെ ആദരിക്കുന്ന ഈ നാട് ആദരിക്കുന്ന ചടങ്ങിൽ അതിൽ പങ്കെടുക്കാൻ കഴിയുക എന്നത് തന്നെ മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്നറിയില്ല. എനിക്ക് അദ്ദേഹത്തെ ഒരു 4-5 വയസ്സുള്ളപ്പോൾ അറിയാം, നേരിട്ട്. കാരണം നർമ്മദ എന്ന് പറയുന്ന സംഭവം അത് എൻ്റെ ബന്ധുവായിരുന്നു. ശ്രീ നർമ്മദ രാഘവനാണ്, അല്ലേ? നർമ്മദ രാഘവനാണ്. അപ്പോൾ നർമ്മദയുടെ എല്ലാ പ്രസിദ്ധീകരണവും എൻ്റെ വീട്ടിൽ എൻ്റെ കുഞ്ഞനാളിലെത്താറ്. വളരെ ചെറിയ എനിക്ക് 4-5 വയസ്സുള്ളപ്പോൾ തൊട്ട് ഒരു അക്ഷരങ്ങൾ കുട്ടി വായിപ്പിക്കുമ്പോൾ തൊട്ട് ഞാൻ ഈ നർമ്മദ കാണുന്നതാണ്. നർമ്മദയിൽ സാറിന് സ്ഥിരമായിട്ട് സാറിൻ്റെ കാർട്ടൂണുണ്ടായിരുന്നു. എനിക്ക് അന്നു മുതൽ സാറിന് അറിയാം. പിന്നീട് കൂടുതൽ അറിയുന്നത് ഞാൻ പറവൂരിൽ വന്നതിന് ശേഷമാണ്. അദ്ദേഹം ഈ നാടിൻ്റെ മുഴുവൻ അഭിമാനമാണ്. ഞാൻ പറയും, ചെറായിക്കാരുടെ മാത്രമല്ല, പറവൂരിൻ്റെ കൂടി അഭിമാനമാണ്. കാരണം അവിടെ എല്ലാം അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. കാർട്ടൂണിസ്റ്റ്, അധ്യാപകൻ, ചിത്രകാരൻ, നിരവധി ആയിരക്കണക്കിന് ശിഷ്യന്മാരെ സ്കൂളിൽ പഠിപ്പിക്കുന്ന സുഹൃത്തുക്കളുള്ള നല്ല മികച്ച അഭിമാനത്തോടുകൂടി ഓർക്കാൻ കഴിയുന്ന മികച്ച വിദ്യാർത്ഥികളെ അദ്ദേഹത്തിന് സൃഷ്ടിക്കാൻ കഴിയും. അതുപോലെ ചിത്രകലയിൽ അദ്ദേഹത്തിൻ്റെ അക്കാദമി, അല്ലേ, ഡിസ്നി, അതിലൂടെ എത്രയോ പേരാണ്, 100 കണക്കിന് പേരാണ് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ശ്രദ്ധിക്കപ്പെട്ട ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യരായിട്ടുണ്ട്. ഒരാൾക്ക് എനിക്ക് ഒറ്റ കാര്യത്തിലെ എനിക്ക് അത്ഭുതം തോന്നിയില്ല. ഒറ്റ കാര്യത്തിൽ. കാരണം ഇത്രയും വയസ്സായെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. കണ്ടാൽ തോന്നില്ല. ഞാൻ തങ്കപ്പ മാഷിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സത്യമായിട്ട് എനിക്കറിയില്ലായിരുന്നു ഇത്രയും വയസ്സ് മാഷുണ്ട്. ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞാൻ അറിഞ്ഞതിനേക്കാളൊക്കെ വളരെ കൂടുതൽ ഞാൻ അറിയുന്നതിനേക്കാൾ അത് അതേ സജീവമായി നിന്നതുകൊണ്ടാണ്, നല്ല മനസ്സുള്ളതുകൊണ്ടാണ്. പിന്നെ ഈ നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് അഭിമാനിക്കാനുള്ള കാര്യങ്ങളുള്ളതുകൊണ്ടാണ്, നല്ല ശിഷ്യഗണങ്ങളെ ഉണ്ടാക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ്. അപ്പൊ പലർക്കും ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അഭിമാനിക്കാവുന്ന കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ. അതേ സംഘാടകൻ എന്നുള്ള നിലയിൽ എത്രയോ പരിപാടികളാണ് ഈ പ്രദേശത്ത് സംഘടിപ്പിക്കുന്നത്. ഞാനെപ്പോഴും ഈ എഡിഷൻ വായിക്കുന്നതാണ്. എപ്പോഴും സജീവമായി നിൽക്കുന്നതാണ്. ഒരു ദിവസം പോലും ഇവരുടെ പേര് വരാത്ത ദിവസങ്ങൾ സാധാരണ ഉണ്ടാകാറില്ല. അത് ചെറായി ഒരുപാട് ഭാഗ്യം ചെയ്ത ഒരു സ്ഥലം കൂടിയാണ് ഈ പ്രദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമുക്കറിയാം, അധ്യാപകൻ എന്നുള്ള നിലയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു അംഗീകാരം. ഞാൻ എപ്പോഴും പറയും, ഏറ്റവും നല്ല പ്രൊഫഷൻ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് അധ്യാപകരുടെ പ്രൊഫഷനാണ്. കാരണം എന്താ, റിട്ടയർ ചെയ്ത് കഴിഞ്ഞാലും ആരെങ്കിലും തോന്നാനും നമ്മളൊക്കെ ജോലി പണി നിർത്തിയാൽ ജോലി എന്താ ഉണ്ണികൃഷ്ണ ഒരു കാര്യം പ്രതീക്ഷിക്കണ്ട. നമ്മൾ നിർത്തിയ പോലീസുകാരൻ നമ്മൾ ഒരേപോലെ പോലീസുകാരൻ റിട്ടയർ ചെയ്താൽ പിന്നെ ആരും ബഹുമാനിക്കില്ല. സാധാരണക്കാരെ ഉണ്ടായിരിക്കും. അവരടുത്തേക്ക് വരുമ്പോൾ റിട്ടയർ ചെയ്തിട്ട് ആളാവല്ലെങ്കിൽ മുണ്ടെടുത്ത് മറക്കി വെക്കും. അത് കാരണം റിട്ടയർ ചെയ്യും. അധ്യാപകരുടെ അതല്ല. അധ്യാപകരെ എവിടെ പോയാലും ഓടിയെത്തി സാഹചര്യം പഠിപ്പിച്ചാലും എവിടെ കയറിയാലും, ഓട്ടോറിക്ഷ കയറിയാലും, ബസ്സിൽ കയറിയാലും, കല്യാണ വീട്ടിൽ പോയാലും, ഏത് ചടങ്ങിൽ പങ്കെടുത്താൽ ഒരാൾ വന്ന് നമ്മളോടൊന്ന് പറയും, എന്നെ പഠിപ്പിച്ച ആളെന്ന് പറയും. ഇത്രയും അഭിമാനിക്കാൻ ആസ്വദിക്കാൻ ഞാൻ പറഞ്ഞത്.
അദ്ദേഹം അധ്യാപകനാണ്. അത് ഏറ്റവും ബെസ്റ്റ് പ്രൊഫഷൻ. എൻ്റെ മോൻ എന്നോട് മകൻ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പഠിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നോട് എനിക്ക് ഭയങ്കര സന്തോഷം. ഒരുപാട് പേര് സിവിൽ സർവീസ് പറഞ്ഞാൽ ഞാൻ ഒത്തിരി ആഗ്രഹം പഠിപ്പിക്കുന്നത് ഞാനത് സിവിൽ സർവീസൊക്കെ തലയിലേക്ക് അത് അതിൻ്റെ പഠിക്കുന്നുണ്ട്. ഏറ്റവും നല്ല ജോലിയാണ് അധ്യാപകരുടെ ജോലി. ഇത്രയുമുള്ള ഒരു ദൈവികമായ ഒരു നിയോഗമാണ് അധ്യാപകന്റെ ജോലി എന്ന് പറയുന്നത്. അദ്ദേഹം 2 തരത്തിലുള്ള അധ്യാപകനാണ്. അതിനുശേഷം റിട്ടയർ ചെയ്തതിന് ശേഷവും അദ്ദേഹത്തിന് പഠിപ്പിക്കാൻ പറ്റും. ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും, ഒരുപാട് പേര്. അതൊരു ഭാഗ്യമാണ്. പിന്നെ കാർട്ടൂണിസ്റ്റ് എന്നുള്ള നിലയിൽ നമ്മുടെ സംസ്ഥാനത്തിനും പുറത്തും അറിയപ്പെടുന്ന ഒരാളാണ് അദ്ദേഹം തന്നെ. അദ്ദേഹത്തിന്റെ തന്നെ ആളുകളിൽ ഒരുപാട് ശങ്കരനെ പോലെ RK ലക്ഷ്മണനെ പോലെയൊക്കെയുള്ള ഒരുപാട് കാർട്ടൂണിസ്റ്റുകൾ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ എല്ലാവരും കാർട്ടൂണിസ്റ്റുകൾ അവരൊരു വലിയ റോളാണ് പ്ലേ ചെയ്യുന്നത്. വലിയൊരു റോൾ. സാമൂഹ്യ വിമർശനമാണ് നടത്തുന്നത്. സാമൂഹ്യ വിമർശനം. ഞാനൊക്കെ എല്ലാ ദിവസവും ആദ്യം നോക്കുന്നത് കാർട്ടൂണാണ് പോകുന്നത് പത്രത്തില്. എന്നിട്ടാണ് അടുത്ത വാർത്തയിലേക്ക് ലീഡിലേക്ക് നോക്കുന്നത്. പണ്ട് മുതലുള്ള ശീലമാണ്. പത്രം കയ്യിൽ കിട്ടിയാൽ ഏത് പത്രമാണെങ്കിലും അതിന് കാർട്ടൂണാണ് ആദ്യം നോക്കുന്നത്. എന്നിട്ട് ലീഡ് വാർത്ത വായിക്കുന്നു. കാർട്ടൂൺ കുറെ കാര്യങ്ങൾ പറയും. ചിലപ്പോൾ ഇപ്പം ഞാനായിരിക്കും കഥാപാത്രം, ചിലപ്പോൾ എനിക്കൊന്നും വിമർശനമായിരിക്കും, ചിലപ്പോൾ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞൊരു കാര്യമായിരിക്കും, അല്ലെങ്കിൽ വേറെ പൊതുകാര്യങ്ങളായിരിക്കും. അപ്പോൾ ഇനി നമ്മളെ വിമർശിക്കുന്നതാണെങ്കിൽ നമ്മൾ നല്ലത് പറയുന്നതാണെങ്കിൽ നമുക്ക് സന്തോഷമുള്ളൂ. കാർട്ടൂണിൽ ഭാഗമാകാൻ കഴിയുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് നെഗറ്റീവാണെങ്കിൽ സന്തോഷമാണ്. പണ്ട് ശങ്കരനോട് പണ്ഡിറ്റ്ജി ചോദിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. നെഹ്റു സംസാരിച്ചിട്ടുണ്ടല്ലോ, ഡോണ്ട് സ്പെയർ മീ മിസ്റ്റർ ശങ്കർ അല്ലേ, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ശങ്കരനോട് എന്നെ ഒഴിവാക്കണമെന്ന്, എന്നെ എപ്പോഴും, അതായത് വിമർശനമാണെങ്കിലും അല്ലാതെയാണെങ്കിലും എന്നെ ഒഴിവാക്കിക്കളയരുത്, ഡോണ്ട് സ്പെയർ മീ എന്ന് പറഞ്ഞൊരു നെഹ്റുണ്ടായിരുന്നു രാജ്യത്ത്. അപ്പോൾ കാർട്ടൂണിസ്റ്റുകൾക്ക് രാജ്യം ബഹുമതി. ഇപ്പോൾ നേരത്തെ ഞാൻ സംസാരിക്കുന്ന അടിയന്തരാവസ്ഥ കാലത്തും ഉൾപ്പെടെ അതിന് ശേഷവുമെല്ലാം ഒരുപാട് കാര്യങ്ങൾ, ഇന്ന് നടക്കുന്ന ഒരുപാട് വിഷയങ്ങൾ ഒക്കെ സാമൂഹ്യ വിമർശനം ഒരു ചെറിയ വരയിൽ ഒതുങ്ങാണ്. ഒരുപാട് പറയാതെ സിംബോളിക്കാണ്, പ്രതീകാത്മകമായിട്ടാണ് ഒരുപാട് പറയുന്നതിന് പകരം മുഖൗര സീനിവാസിനെ കുറിച്ച് പറയുക എന്നതായിരുന്നു എൻ്റെ കർത്തവ്യം. പക്ഷേ അധ്യക്ഷ പദവിയോടുകൂടി വന്നതിൽ അതുകൂടി ഇതിനോടൊപ്പം ചേർത്ത് വെക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ശ്രീനിവാസനെ വ്യക്തിപരമായി നമ്മുടെ ആരംഭിക്കുന്ന ശ്രീനിവാസനെ വ്യക്തിപരമായി കേരള കാർട്ടൂൺ അക്കാദമിക്ക് വേണ്ടി, കേരളത്തിലെ കാർട്ടൂണിസ്റ്റ് സമൂഹത്തിന് വേണ്ടിയും ആദ്യമേ ആശംസകൾ അർപ്പിക്കുന്നു. അധ്യക്ഷ പ്രസംഗമല്ല, നിക്ഷിപ്തമായ ഘടന ആമുഖ പ്രസംഗമാണ്. ആമുഖവും അധ്യക്ഷ പ്രസംഗവും ഒന്നിച്ച് നടത്തുകയാണ്. നവോത്ഥാന പ്രവർത്തനങ്ങളുടെ മുന്നണി പോരാളിയായിരുന്നു പ്രശസ്തമായ പന്തിഭോജനം എല്ലാ സമുദായക്കാരും ഒന്നിച്ചിരിക്കുന്ന മിശ്രഭോജനത്തിൽ സഹോദരൻ അയ്യപ്പനൊപ്പം നിന്ന ഒരു വൈദ്യന്റെ മകനായ ശ്രീനിവാസനെ കുറിച്ച് ഒരു ആമുഖ പ്രഭാഷണം അതും ചെന്നായി സന്ദർഭിക്കുക എന്നത്, പറയുക എന്നത് ഒരു അധിക പ്രസംഗമാകുമില്ലേ എന്ന് ഞാൻ ആലോചിച്ചു. ചെറായി നമുക്ക് ശ്രീനിവാസനെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രസംഗം അത് ശരിയാണോ എന്ന് ഞാൻ ആലോചിച്ചു. ശ്രീനിവാസനെ അടുത്തറിയാത്ത ഒട്ടേറെ പുതുതലമുറയിലുള്ളവർ പുറ നാടുകളിൽ നിന്ന് ചെറായി സ്ഥിരതാമസമാക്കിയവരും ഇവിടെ ഉള്ളതുകൊണ്ട് ഒരു ചെറിയ ഒരു ആമുഖം നൽകുക എന്നുള്ളത് ഒരു അധിക പ്രസംഗമാകില്ല എന്നുള്ള വിശ്വാസത്തിൽ ഈ ഉദ്യമം ഏറ്റെടുക്കുകയാണ്. നവതി ആഘോഷിക്കുകയാണെങ്കിൽ വളരെ ഊർജ്ജസ്വലനാണ് ശ്രീനിവാസൻ. കോവിഡിന് മുമ്പ് വരെ ചെറായി വെച്ച്
ഇടമുള്ളുകളെല്ലാം വെളുത്ത മുമ്പ് കൊടുത്ത് നിറമുള്ള ഷർട്ട് കൊടുത്ത് കാലം കുടയുമായി പോകുന്ന സി.ഡി. മാഷിനെ ഒരുപക്ഷെ ചായക്കാർക്ക് സുപരിചിതനായി. കാർട്ടൂൺ അക്കാദമിയിൽ കോളേജ് പഠനകാലത്താണ് ഞാൻ ഒരു ഭാഗമായി. സി.ഡി. മാഷ് സായാഹ്ന കൈകളിലും മറ്റ് പ്രാദേശിക പ്രസിദ്ധീകരണങ്ങളിലുമൊക്കെ കാർട്ടൂണുകൾ വരയ്ക്കുന്നതിനോടൊപ്പം കാർട്ടൂൺ രംഗത്ത് പ്രശസ്തരായ ഒരു പുതിയ കാർട്ടൂണിസ്റ്റുകളെ വളർത്തിയെടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ഒരു ചിത്രകല അധ്യാപകൻ കൂടിയായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും. പക്ഷേ വ്യക്തിപരമായി ഞാനും സി.ഡി. മാഷും പലപ്പോഴും പല ദീർഘയാത്രയിലേക്ക് പോകുമ്പോൾ, പ്രത്യേകിച്ച് തിരുവനന്തപുരം കോഴിക്കോട് ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ സി.ഡി. മാഷിൻ്റെ ഒരു പ്രത്യേകത ഞങ്ങൾ സെക്കൻഡ് ഷോ സിനിമയ്ക്ക് കയറും എന്നുള്ളതാണ്. സി.ഡി. മാഷ് എല്ലാ കാർട്ടൂൺ അക്കാദമി പരിപാടികൾ വരുമ്പോഴും വൈകുന്നേരം സെക്കൻഡ് ഷോ സിനിമയ്ക്ക് കയറി രാത്രി ഏതാണ്ട് 12:30 ആകുമ്പോൾ ബസ്സിൽ കയറിയാൽ പുലർച്ചെയാകുമ്പോൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നതുകൊണ്ട് അവിടെ നിന്ന് തിരിച്ചു വരുമ്പോഴും ഇതുപോലെ സെക്കൻഡ് ഷോ കഴിഞ്ഞു പുലർച്ചെ 1 മണിക്ക് KSRTC ബസ്സിൽ എറണാകുളത്തേക്ക് വരുന്ന ഒരു സി.ഡി. മാഷിനെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. തീരുമാനിച്ച ഞാനെന്ന് തോന്നുന്നു, ഞാൻ കാർട്ടൂൺ വരയ്ക്കുകയും എന്നെ 2-3 പത്രക്കാരനെ സ്റ്റാഫ് കാർട്ടൂണിസ്റ്റാൻ ക്ഷണിച്ചെങ്കിലും ഞാൻ ആ ക്ഷണം നിരസിക്കുകയാണ്. കാരണം ഞാനൊരു പത്രത്തിൽ ഒതുങ്ങി നിന്ന് അവരുടെ സ്റ്റാഫായി കാർട്ടൂൺ വരയ്ക്കാൻ ആഗ്രഹിച്ചതാണ്. പക്ഷെ സുധീർ, ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, ഡൽഹിയിലേക്ക് പോകുന്നതിന് അന്ന് പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന AP-യുടെ അടുക്കൽ ഞാനുമായി ചെന്ന ഡൽഹിയിൽ അവിടെ അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തിയിട്ടുള്ള കത്ത് AP-യുടെ അടുക്കൽ നിന്ന് മേടിച്ചിട്ടാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് യാത്രയാകാറുണ്ട്. ആരാണെങ്കിൽ അന്തത്വമുള്ള ജാതി മതത്തിൽ നേരാം വഴി കാട്ടുന്ന ഗുരുവർഗം പല ദൈവം എന്നാണ്. എല്ലാ ഗുരുക്കന്മാരെ സംബന്ധിച്ചും അത് ശരിയാണ്. വെളിച്ചം പകരുന്ന ആളാണ് ഉപനിഷത്ത് എന്ന് പറയുന്ന പദത്തിന്റെ തന്നെ അർത്ഥം അടുത്തിരുന്ന് പഠിപ്പിക്കുന്നു. അടുത്തിരുന്ന് ഒരു പദം കൊടുക്കുന്നു. അപ്പൊ ഗുരു ഒരു വെളിച്ചമാണ്. സി.ഡി. മാസ്റ്റർ അദ്ദേഹത്തിന്റെ ജീവിത സമയത്ത്, അദ്ദേഹത്തിന്റെ ഔദ്യോഗിക സമയത്തെല്ലാം പ്രധാനമായും അദ്ദേഹം ബന്ധപ്പെട്ടിരുന്നത് ശിഷ്യന്മാരാണ്. ഞാൻ എന്താണ് സി.ഡി. മാസ്റ്ററുടെ പ്രത്യേകത എന്ന് ഞാൻ ആലോചിച്ചു നോക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്രമാത്രം സ്നേഹത്തിന്, എല്ലാവരുടെയും സ്നേഹത്തിന് അദ്ദേഹത്തെ കരണീയമാണ്. സുനിൽ അദ്ദേഹത്തിന്റെ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത് സി.ഡി. മാസ്റ്ററാണ്. ഞാനെൻ്റെ ആദ്യത്തെ ഒരു ഹാസ്യ കഥകളെ സംബന്ധിച്ച് ഇപ്പോഴുള്ള കാർട്ടൂൺ കോമിക്സിന്റെ ചരിത്രം സംബന്ധിച്ച പുസ്തകവും സമർപ്പിച്ചിരിക്കുന്നത് സി.ഡി. മാസ്റ്ററാണ്. അപ്പോൾ വരച്ച ആളുകൾക്ക് മാത്രമല്ല, ചിത്രകല പഠിച്ച ആളുകൾക്ക് മാത്രമല്ല, അല്ലാത്ത ശിഷ്യന്മാരെയും ആകർഷിച്ചതായിട്ട് സി.ഡി. മാസ്റ്റർ. പ്രിയപ്പെട്ട സി.ഡി. മാസ്റ്ററുടെ സ്നേഹിച്ച ശരിക്ക് ബഹുമാനിതരായ പ്രവർത്തകരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. സി.ഡി. മാസ്റ്ററെ ആദരിക്കുന്നതിന് കഴിഞ്ഞ് മാഷെക്കുറിച്ച് സംസാരിക്കാൻ പലർക്കും പല കാരണങ്ങളുണ്ടാകും. കാരണം നിങ്ങൾക്കൊക്കെ അറിയുന്നതുപോലെ പല രീതികളിൽ നമ്മുടെ സമൂഹത്തിൽ ഇടപെട്ടവരാണ്. ഇവിടെ അദ്ദേഹത്തെ പൊതുജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന നിലയിൽ കാർട്ടൂണിന് അദ്ദേഹം നൽകിയ സംഭാവനയെ നോക്കിയാണ് ഇവിടെ ഏറെ കൈകളും പ്രതിപാദിക്കപ്പെട്ട വിഷയമായി മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തികളിലൊന്നും അതുതന്നെയാണ്.
അതോടൊപ്പം അദ്ദേഹം വളരെ മികവുറ്റ അധ്യാപകനായിരുന്നു. ഇവിടെ ഇരിക്കുന്ന ധാരാളം പേരെ അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെയും അധ്യാപകനായിരുന്നു അദ്ദേഹം. ഒപ്പം തന്നെ ഇവിടെ കാർട്ടൂൺ അക്കാദമി പോലുള്ള സ്ഥാപനങ്ങൾ അദ്ദേഹം നടത്തുകയും ഈ പ്രദേശത്തെ സാമൂഹിക ജീവിതത്തിലെ നിതാന്തമായ സാന്നിധ്യമായി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളവരാണ്. ഇങ്ങനെ പല നിലകളിൽ ജീവിച്ച് പല നിലകളിൽ സ്വാധീനമുളവാക്കിയ ഒരാളെ ആദരിക്കുന്ന ഒരു ചടങ്ങിൽ അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പല കാര്യങ്ങൾ പല കോടുകളിൽ നിന്ന് പറയാൻ ഉണ്ടാകും. ഒരുപക്ഷെ മറ്റാർക്കും പറയാനില്ലാത്തതായിരിക്കുമെന്ന് വരുന്നൊരു കാര്യം എന്നെ സംബന്ധിച്ച് ഞാനിവിടെ മാഷ് പറയണം എന്നാഗ്രഹിക്കുന്നു. മാഷ് നിങ്ങൾക്കൊക്കെ അറിയുന്നതുപോലെ ചെറായി രാമവർമ്മ ഹൈസ്കൂളിലെ അധ്യാപകനായിരുന്നു. ചിത്രകല അധ്യാപകനായിട്ടാണ് അദ്ദേഹം അവിടെ നിന്ന് പ്രവർത്തിച്ചിരുന്നത്. മാഷ് ചെയ്ത ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് മാഷ് എല്ലാവരെയും നിർബന്ധവും ചിത്രം വരപ്പിക്കാൻ ശ്രമിച്ചില്ല എന്നതാണ്. ഏതെങ്കിലും ഒരു കലാരൂപം സാർവത്രികമായ എല്ലാവരും പരിശീലിക്കേണ്ട ഒരു കാര്യവും ഇല്ല. ഓരോ കലയിലും അഭിരുചിയുള്ള ആളുകൾ, ആ കലയിലേക്ക് സവിശേഷമായ ഒരു കാഴ്ച തെളിഞ്ഞിരിക്കുന്ന ആളുകൾ അതിലേർപ്പെടുന്നത് കൊണ്ടല്ലാതെ അയാൾക്കോ ആ കലയ്ക്കോ എന്തെങ്കിലും ഗുണമുണ്ടാവുക എളുപ്പമല്ല. മാഷ് ഞങ്ങളുടെ ക്ലാസ്സുകളിലൊക്കെ ചിത്രകലയുടെ ചില പാഠങ്ങൾ ചില ക്ലാസ്സുകളിൽ പരിശീലിപ്പിച്ചിട്ടുണ്ട് എന്നത് കഴിഞ്ഞാൽ ഒരു വിദ്യാർത്ഥിയുടെ സർവതോമുഖമായ ഒരു തുറസ്സിന് രൂപപ്പെടുത്തുന്ന മറ്റുള്ള ഇടപെടലുകളാണ് മാഷിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. മാഷിനെക്കുറിച്ചുള്ള എൻ്റെ ആദ്യത്തെ ക്ലാസ് കൂടി ഓർമ്മമാണ്. ഞാൻ അന്ന് വരെ കേട്ടിട്ടില്ലാത്ത വിശ്വപ്രസിദ്ധനായ ഒരു നോവലിസ്റ്റിനെ കുറിച്ചും ആ നോവലിനെ കുറിച്ചുമുള്ള മാഷിൻ്റെ ക്ലാസ്സാണ്. അത് അലക്സാണ്ടർ ഡ്യൂമാസിൻ്റെ 3 മസ്കറ്റീയേഴ്സ് എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധമായ നോവലാണ്. ഞാൻ എഴുതുന്നത് ഞാൻ 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്താണ് മാഷ് പറയുന്നത്. ഒരു പിന്നീടുകൊണ്ടൊരു നോവലിൻ്റെ കഥ പറയുന്ന രീതിയല്ല മാഷ് പിന്തുടരുന്നത്. മറിച്ച് അനവധി മാസങ്ങൾ കൊണ്ടാണ് പല ക്ലാസ്സുകളിലായി ഈ ഒരു വലിയ നോവലിൻ്റെ ക്യാൻവാസ് ഞങ്ങൾക്ക് മുമ്പിൽ മാഷ് എത്തിത്തരിക. ഏറ്റവും പ്രിയപ്പെട്ട നവോദയ മാസ്റ്റർ വിഭാഗത്തിൻ്റെ ശ്രീ കൃഷ്ണൻ, സിറ്റി പള്ളിപ്പുറം, ജോസഫ് അനക്കൻ, കേരളോബി എന്നിവരെ വേദിയിരിക്കുന്ന സുഹൃത്തുക്കളെ, ബഹുമാനിയായ സഹോദരി സഹോദരന്മാരെ, ശ്രീനിവാസം ഞാനുമായിട്ടുള്ള അത് പറയുന്നതുപോലെ ഇപ്പോൾ പരിക്രമം ഇപ്പോഴുണ്ട്. സ്വാഗതം പറഞ്ഞപ്പോൾ മോനായി എന്നെക്കുറിച്ചൊന്നും വന്ന് പറഞ്ഞില്ല. പിന്നീട് ഓരോരുത്തർക്ക് സ്വാഗതം പറഞ്ഞപ്പോൾ എനിക്ക് പറഞ്ഞില്ല. ക്ഷണിക്കപ്പെടാതെ ഏറെ മുമ്പിൽ ഇരിക്കുന്നൊരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ ഒരു പരിക്രമത്തിലാണ് ഞാൻ നടക്കുന്നത്. എങ്കിലും മോനായേക്കാൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പരിചയിച്ച് കണ്ട് സ്നേഹിച്ച ശ്രീനിവാസന്റെ കാര്യമാകുമ്പോൾ അത്തരം ഔപചാരികതകൾക്ക് യാതൊരു സ്ഥാനവുമില്ല എന്നുകൂടി ഞാൻ മനസ്സിലാക്കി. ഏതാണ്ട് 7 പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഞങ്ങൾ കാണുന്നത്. ഞാൻ ഈ സഭ ഹൈസ്കൂൾ സഹോദരന്മാരുടെ ഹൈസ്കൂൾ എന്ന ആദ്യം സ്വീകരിച്ചത് ഇതിനു മുമ്പ് ഞാൻ ഈ സഭ ഹൈസ്കൂളിലായിരുന്നു. 1982 അവർ 8ാം ക്ലാസ്സിൽ തുടങ്ങിയപ്പോൾ അവിടെ വന്നിട്ടാണ് ഞാൻ ആ സമയത്ത് സി മാസ്റ്റർ രാമോദയ ഹൈസ്കൂളാണ്. ഞങ്ങൾ സീനിയറാണ്. രാമോദയ ഹൈസ്കൂളാണ്.
ശേഷം നടക്കുന്ന സാക്ഷാത്കാരത്തിലെ വേലായുധ മാസമാണ് സഞ്ജീവ പുസ്തകങ്ങളാണ്. പിന്നീട് വിദ്യാലയത്തിൻ്റെ ഒഴിഞ്ഞ അരിപ്പടിയിൽ വെച്ചും ഒടുവിൽ ബേക്കറി സ്റ്റോറുകൾ കെട്ടിടത്തിലേക്ക് മാറ്റി ആ മനുഷ്യൻ വളർത്തിയെടുക്കുന്നതാണ് എന്നതാണ് പറയുന്നത്. ഒരു കാലത്ത് കൊച്ചി സംസ്ഥാനത്തിൽ 2ാം സ്ഥാനമുണ്ടായിരുന്ന ലൈബ്രറി കൂടിയാണ് ഇവിടെ ആഘോഷമുള്ള ആ ലൈബ്രറിയിൽ കുടുംബത്തിൽ കിട്ടാൻ ഞാൻ വളരെ പാടുപെട്ടു. അവിടെ ബലമാഷ് ഞാൻ പഠിക്കുമ്പോൾ പ്രൈമറിയിൽ 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ് വരെ ഒറ്റ സ്കൂളാണ്. അപ്പോൾ പ്രൈമറി വിഭാഗത്തിൽ അദ്ദേഹമുണ്ട്. അദ്ദേഹം ഒരു ദിവസം സ്കൂളിൽ വിട്ടു പോകുമ്പോൾ മാഷ് കുഞ്ഞമാഷ് ഒരാള കേന്ദ്രം പോയിട്ട് നോക്കുന്ന ആളാണ്. എല്ലാവരും ബഹുമാനിക്കുകയും ആദരിക്കുകയും ഭയപ്പെടുകയും വ്യക്തിത്വത്തിനുള്ളവയായ കുഞ്ഞമാഷ് ഇതൊക്കെ കൂടി പോകുമ്പോൾ ഞാൻ കൂടെ ചെന്നു. ഇത് ഞാനെന്തെങ്കിലും പറയാൻ ചോദിച്ചപ്പോൾ എനിക്കില്ല മെമ്പർഷിപ്പ് കിട്ടിയപ്പോൾ ഈ ലൈബ്രറിയിൽ എന്ന് പറഞ്ഞ വേലാമാഷ് തരില്ല. കാരണം പുള്ളിക്കാരൻ ഒരാളൊരു പുസ്തകത്തിൽ പോയിട്ട് ഇതവരെ തന്നിട്ടില്ല. ഇതാണ് കാരണം. ഞാൻ അന്വേഷിച്ചിട്ട് എന്തായാലും അങ്ങനെ പോകുന്ന ആളെന്ന് അങ്ങനെ അവിടെ ഞാൻ സാധിക്കാശാലയിൽ നോക്കിയില്ല. ഞാൻ സ്ഥാപിച്ച കേസരിമാശാലയിൽ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ സാധിക്കാശാലയുള്ളത്. അതാണ് ഞാൻ ആശ്രയിക്കുന്നത്. ഞാൻ അന്വേഷിച്ചു. ഒരാൾ എന്നെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞത് സൂപ്പർമാർക്കറ്റോ അത് പിന്നീട് നടക്കും. പിന്നെ ഇനി ചേർന്നെങ്കിൽ ആരെങ്കിലും ഞാൻ പറയുന്നത് കാരണം ഇതിലൊരു മുന്നോട്ട് വന്നത് അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്നു. ആ വഴിക്കാൻ നോക്കിയിട്ട് ബന്ധപ്പെടുന്നതും സീമാഷായിട്ടുള്ള സ്നേഹബന്ധം ആരംഭിക്കുന്നു. വാസ്തവത്തിൽ എൻ്റെ പ്രസംഗ പരിശീലനം തുടങ്ങിയായിരുന്നു പബ്ലിക്കിലേക്ക്. അവിടെയാണ് ഞങ്ങളെല്ലാവരും സ്കൂളിൽ വെച്ച് എൻ്റെ പ്രസംഗത്തിൻ്റെ എതിരാളി വഹിക്കുന്നത് ജോർജ് വഹിക്കുന്നത് ഹൈസ്കൂളിൻ്റെ കയറി താമസിക്കുന്ന മനസ്സിലായിട്ട് പ്രസംഗിക്കുന്നതാണ്. അപ്പോൾ അവിടെ പല വിഷയങ്ങളിലും അവതരിപ്പിച്ചുകൊണ്ട് പ്രസംഗം അവതരിപ്പിച്ചു കലാവിൻ്റെ ഒട്ടേറെ പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. ശ്രീ കെ സതീഷ് കലാപ്രവർത്തനത്തിലൂടെ മലയാളികളുടെ മനസ്സിൽ തിളങ്ങി നിൽക്കുന്ന തൻ്റെ ചെറുപ്പകാലത്ത് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരുപാട് പ്രതിഭകളെ വാർത്തെടുക്കുന്നതിന് വേണ്ടി പ്രയത്നിച്ച അധ്യാപകർ. അതിലുപരി അഭിമാനത്തോടുകൂടി എന്ന് പറയുന്ന എല്ലാ കാർപ്പറേറ്റ് വേണ്ടി കാരണങ്ങളായ സീരിമാഷിക്കാണ് ഈ നടത്തി എല്ലാവരും ആശംസകളും സ്വന്തം പേരിൽ കാർപ്പറേറ്റ് ഞാൻ ആശംസിക്കുന്നു. സാറിന് എല്ലാവരുടെ വിഷയങ്ങളും ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നു. സാറിനെ കാർപ്പറേറ്റിലൂടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വാക്കുകളും വരകളുമുണ്ട്. മൂർച്ചയേറിയ ആശയങ്ങളും അസൈകളാണ് ഉള്ളത്. ഒരുപക്ഷെ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല നവതി ആഘോഷിക്കുന്ന സീരിമാഷിന്റെ കാർപ്പ് ഇങ്ങനെ ഒരു ഉദ്ഘാടനം ചെയ്യാൻ ഒരവസരം കിട്ടുമെന്ന് ഈ ധന്യ നിമിഷം ഞാൻ എന്നും എൻ്റെ ജീവിതത്തിൽ ഓർമ്മയിൽ സൂക്ഷിക്കും. ചിത്രകാരൻ എന്ന നിലയിൽ കാർട്ടൂണിസ്റ്റ് എന്ന നിലയിൽ സീരി മാസ്റ്ററിനെ നാടും വീടും നാട്ടുകാരും ആസ്വാദകരുമെല്ലാം ഏറെ ഇഷ്ടപ്പെടുന്നു, അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന വളരെ ധന്യകരമായ ഒരു പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തോടുള്ള സ്നേഹം അളവൊഴുകുന്ന രംഗമാണ് നാം ഈ നിമിഷങ്ങളിൽ കണ്ടത്. വേദിയിലുള്ളതെല്ലാം അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകളാണ്. ശിഷ്യന്മാരായ സുനിൽ പീരനെ പോലുള്ള ശിഷ്യന്മാർ, ജോസഫ് പണിക്കലിനെ പോലുള്ള ആളുകൾ, അഡ്വക്കേറ്റ് എം എം മോഹനാലിയെ പോലുള്ള ആളുകളെല്ലാം അദ്ദേഹം കൈപിടിച്ച് എഴുതിക്കൊണ്ടുവന്ന ആളാണ്. അതുപോലെ ദേവരാജൻ ഇങ്ങനെ നിരവധി പേര്, ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നത് നിരവധി പേര് രംഗത്തേക്ക് ചിത്രകലാരംഗത്തേക്ക് കൊണ്ടുവന്ന ഒരു കിങ് മേക്കർ കൂടിയാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹം ഇപ്പോൾ കാർട്ടൂണിസ്റ്റ് എന്ന നിലയിലാണ് അറിയപ്പെടുന്നത്. പക്ഷെ ഞങ്ങൾ പരിചയപ്പെടുന്ന കാലത്തും അദ്ദേഹം വരയ്ക്കാൻ തുടങ്ങിയ കാലത്തും
സോമനൊക്കെ അത് പ്രത്യേകം എടുത്തു പറയുണ്ടായി. അത്ര നന്നായിട്ടാണ്, അത്ര മനോഹരമായിട്ടാണ്. ഞാൻ ചിലപ്പോൾ മാസിക പള്ളിപ്പുറം ജനിത ആശ്രമത്തിന്റെ സെക്രട്ടറി ആയിരുന്ന കാലത്ത് അദ്ദേഹത്തെ കൊണ്ട് വരപ്പിക്കാൻ തരുന്നു. അദ്ദേഹം വരച്ചു തരുന്നപ്പോ ആ കവർ ചിത്രം തന്നെ അതിസുന്ദരമാണ്. അത് കഴിഞ്ഞിട്ട് മറിച്ചു നോക്കുമ്പോ ആദ്യം കാണുന്നത് ഇങ്ങനെ കുത്തുകുത്തുകൾ ഉപയോഗിച്ച് ഒരു പ്രത്യേക രീതി ഇന്ത്യനെ കൊണ്ട് വരച്ച ഒരു ചിത്രമായിരുന്നു ജി ശങ്കരക്കുറുപ്പ്. അന്ന് ജി ശങ്കരക്കുറുപ്പൊക്കെ ഇങ്ങനെ ഉദിച്ചുയർന്നു വരുന്ന കാലമാണ്. അവിടെ ഒരു കേൾവിക്കാരനായി വന്നിരുന്നു. അപ്പൊ ഞാൻ അവിടെ പറഞ്ഞതാ, അവിടെ വന്നപ്പോ ഇത് ഏറ്റവും ഉചിതനായ 100ാമത് വാർഷികം, ദസറ ഭോജനത്തിന്റെ 100ാമത് വാർഷികമാണ് കൊണ്ടാടുന്നത്. അപ്പൊ ഏറ്റവും ഉചിതനായ ഒരാളായിരിക്കണം ആ വിളക്ക് കൊളുത്തി മുഖ്യമന്ത്രിയുടെ കയ്യിൽ കൊടുക്കേണ്ടത്. ആര് വേണം? സഹോദരന്റെ മകൾ ആയിഷ അന്നുണ്ട്. അവര് ചെയ്യുമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. അന്ന് 100 ആളുകളാണ് ഇതിന് വിളക്ക് കൊടുക്കുന്നത്. ആ 100 പേർക്ക് മുമ്പ് ആദ്യമായിട്ട് പിണറായി വിജയൻ അതിന്റെ ദീപം കൊടുത്തു. അപ്പൊ ആ ദീപശിഖ കൈമാറാൻ സഹോദരന്റെ മകൾ തന്നെയാണ് ഏറ്റവും ഉചിത. അവർ വരില്ലെന്ന് അറിയിച്ചു. വരാൻ ശാരീരികമായ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് എനിക്ക് എത്താൻ കഴിയില്ലെന്ന് അവസാന നിമിഷമാണ് അറിയുന്നത്. അപ്പോ പിന്നെയുള്ള ആളുകളെ തിരഞ്ഞപ്പോ ഒരാളുണ്ടായിരുന്നു മിശ്രഭോജനത്തിൽ പങ്കെടുത്ത കോരുവൈദ്യന്റെ മകൻ MK പ്രസാദ് സാർ അറിയില്ലായിരുന്നു. പ്രസാദ് സാറിനോട് പറഞ്ഞു, സാർ വിളക്ക് കൊടുക്കണമെന്ന് പറയുമ്പോൾ എന്തോ അദ്ദേഹത്തിനൊരു വൈമനസ്യം തോന്നി. അവസാന നിമിഷത്തിൽ പറയുന്നതിന്റെ അദ്ദേഹം അവർ ആഹർഷത്തോടു കൂടി തന്നെയാണ് അത് പറഞ്ഞത്. അത് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ തന്നെയാണ് പറഞ്ഞത്, സാറ് ആണ് ഏറ്റവും ഉചിതനായ സഹോദരന്റെ മകൾക്ക് വരാൻ കഴിയില്ല, അതുകൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം അത് നിരസിച്ചു. പിന്നെ തിരിഞ്ഞു നോക്കുമ്പോഴാണ് തൊട്ടരികിൽ നിൽക്കുന്നു. അതേപോലെ തന്നെ ഉചിതനായ സ്വന്തം ഓരോരുത്തരുടെ മകൻ ശ്രീമാസോട് പറഞ്ഞു, ഒരു വൈഷമ്യവും കൂടാതെ അദ്ദേഹം കൃത്യമായിട്ട് വിളക്ക് കൊളുത്തി പിണറായി വിജയന്റെ കയ്യിൽ കൊടുത്തതല്ല ഒരു നല്ല ഓർമ്മയാണ്, ഒരു സൗഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. അതിന്റെ ഫോട്ടോ ഇപ്പോഴും സഹോദര സ്മാരകത്തിൽ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാ നിലയിലും നമ്മൾ അനുഗ്രഹിച്ചിട്ടുള്ള, നമ്മുടെ സ്നേഹാദരങ്ങൾ പിടിച്ചു പറ്റിയിട്ടുള്ള ഈ ധന്യ സുഹൃത്തിന്, ഗുരു സുഹൃത്തിന് 90 വയസ്സാകുമെന്ന് നമ്മൾ എപ്പോഴും വിശ്വസിക്കുന്നില്ല. കാരണം അതിനെപ്പോഴും ചെറുപ്പമായി നമ്മൾ മുന്നിൽ കുടിക്കുക. നടത്തിയ ആഘോഷം നേരത്തെ സുനിൽകുട്ടി സാർ പറഞ്ഞതുപോലെ ഈ നാടിൻ്റെ മുഴുവൻ ജനതയുടെ മനസ്സിൽ ഒരു ആഹ്ലാദം നിറഞ്ഞ കാര്യമായി മാറാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ സിനിമാസോടുള്ള ജനങ്ങളുടെ ആ വൈകാരികമായ അവകാശം പ്രകടമാക്കുന്ന ഒരു അവസരമാണ്. അത് വൈപ്പിങ്കര ചെറായി മലപ്പുറം പ്രദേശം മാത്രമല്ല, വൈപ്പിങ്കരയും പറവൂരും പരിസര പ്രദേശങ്ങളും കേരളത്തിലെ കാർട്ടൂണിസ്റ്റുകളായിട്ടുള്ള ആളുകളെ സ്നേഹിക്കുന്നവരുമായ കേരളത്തിലെ മുഴുവൻ ജനതയുടെയും ആദരവാണ് ഇവിടെ പ്രകടമാകുന്നത്. സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലേക്ക് കിടന്നാൽ ഒരുപാട് സമയം വേണ്ടിവരും. ഈ അവസരം അതിനുള്ളതാണെങ്കിൽ പോലും ഞാൻ അതിന് തയ്യാറാവുന്നില്ല. ഇവിടെ ഇരിക്കുന്ന ദേവരാജമാക്ഷൻ ഞാനും കാലഹരണപ്പെട്ട പഴയ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ, അതായത് ഗുരുകുല സമ്പ്രദായത്തിലെ 2 ശിഷ്യന്മാരാണ്. എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ആധുനിക കാലത്ത് എങ്ങനെയാണ് ഗുരുകുല ശിഷ്യന്മാരായി തീരുന്നത് എന്നത് വളരെ വലിയൊരു കഥയാണ്. ആ നീണ്ട കഥയിലേക്ക് പോകുന്നില്ല, ചുരുക്കി പറയാം. സുനിൽ സാറിവിടെ ഒരു കാര്യം പറഞ്ഞു, ശ്രീമാഷിന്റെ സ്നേഹവായ്പിനെ കുറിച്ച്. ആ സ്നേഹത്തിന്റെ മഹത്വം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. രാമമ്മ യൂണിയൻ ഹൈസ്കൂളിലെ ചിത്രകലാ അധ്യാപകൻ എന്ന നിലയിലാണ് ഞാൻ തിരുമാഷുമായി ബന്ധപ്പെട്ടത്. ഞാൻ ഹൈസ്കൂളിൽ 8ാം ക്ലാസ്സിൽ ചെന്ന് ചേർന്ന വർഷത്തിലായിരുന്നു തിരുമാഷ് അവിടെ ഡ്രോയിങ് ടീച്ചറായിട്ട് വരുന്നത്. അന്ന് മുതൽ തുടങ്ങിയ ബന്ധം ഇന്ന് നിലനിൽക്കുന്നു.
അദ്ദേഹത്തിന് കുട്ടികളോടും രക്ഷകർത്താക്കളോടും എന്നതിൽ പ്രത്യേകിച്ച് പരാധീനതകൾ അനുഭവിക്കുന്ന ദാരിദ്ര്യവും വിഷമതകളും നിസ്സഹായതകളും കൊണ്ട് വിഷമിക്കുന്ന വിദ്യാർത്ഥികളെ തിരിച്ചറിഞ്ഞ് പ്രത്യേകമായി സ്നേഹിക്കാനുള്ള ഒരു കാരുണ്യ വായ്പ കൈമുതലാക്കിയ വ്യക്തിത്വം അദ്ദേഹത്തിനുണ്ട്. അവസരം ഒരു വ്യക്തിയെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ സംഗതി. ഞാൻ രാമപുരയിലാണ് 1 മുതൽ 10 വരെ പഠിച്ചത്. ഹൈസ്കൂളിൽ സാറ് ഞങ്ങളെല്ലാം അധ്യാപകരാണ്. സാറിൻ്റെ വിഷയം തോന്നുകയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചാൽ മതി, എല്ലാവരെയും റോഡിലേക്ക് എടുക്കാൻ പറ്റില്ല. അതിനൊരു കഴിവും അതിനൊരു താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ. സ്വാഭാവികമായിട്ടും സാറ് ക്ലാസ്സിൽ പല കഥകളും പറഞ്ഞ് പല ആശയങ്ങളും പറഞ്ഞ് വിദ്യാർത്ഥികളുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു അധ്യാപന രീതിയായിരുന്നു തോന്നുന്നത്. സാർ തന്നെ വിദ്യാർത്ഥികളെ ചൂടൽ പ്രയോഗം നടത്തുകയില്ല. അതേസമയം ഓരോ സയൻസ് അധ്യാപകരെ നല്ലോണം കണ്ടുവരുന്നു. ഞാനിവിടെ അതിനെല്ലാം വിജയമായിട്ടുള്ള വ്യക്തി. രാമമായ LP സ്കൂളിലേക്ക് പറയുമ്പോൾ സാറായിരുന്നു തല്ലിൽ വിദഗ്ധൻ. നന്നായിട്ട് അന്ന് തല്ലുകൊള്ളുന്നതും അല്ലെങ്കിൽ തല്ലുകൊള്ളുന്നതും ചോദിക്കുന്ന കാലഘട്ടമുണ്ടായിരുന്നു. സാറിന്റെ അടി കേട്ടുകൊള്ളുന്ന ആന്റണി സാർ എന്നിട്ടാണ് ചില ഭാഷ തല്ല് നിർത്തുന്നതൊക്കെ നമുക്ക് വിദ്യാർത്ഥികളെ രക്ഷപ്പെടുത്തി. ഒന്നിച്ച് കൂടാനും ഏതായാലും പഴയ വാർത്തകൾ പുതിയ വിശേഷങ്ങളോട് നിർത്താനും ഇടവന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇനി ദീർഘമായി സംസാരിക്കാനുള്ള അവസരമില്ല. കാലാവസ്ഥ അനുവദിക്കാറുണ്ട്. ഇത്രയും നേരം എന്നെക്കുറിച്ചുള്ള അവതാരങ്ങളൊക്കെ കേട്ട് സശ്രദ്ധ അത് വിലയിരുത്തി നമ്മൾ പിരിയാൻ പോവുകയാണ്. എന്നും ഞാൻ അധ്യാപകനായി സ്കൂളിൽ പ്രവേശിക്കുന്ന കാലത്ത് ഞാൻ തന്നെ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഞാൻ ശോഭിക്കുന്ന ഒരു അധ്യാപകനായിട്ട് എന്തായിരിക്കും ഇതിൻ്റെ അവസ്ഥ? പക്ഷേ അന്ന് എൻ്റെ മുന്നിൽ ഹാജരായിരുന്ന എൻ്റെ വിദ്യാർത്ഥികൾ ഞാൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് നിശബ്ദമായിരുന്ന് കേട്ട് എന്നെ അനുഗ്രഹിക്കുകയും എല്ലാ ആശംസകളും എനിക്ക് നൽകുകയും ചെയ്തു എന്നുള്ളതാണ് വസ്തുത. ആ കാലത്തെ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ അവരെ ഒറ്റപ്പെട്ട് ഏതെങ്കിലും സ്ഥലങ്ങളിൽ വെച്ച് കണ്ടാലും എന്നെ ശ്രദ്ധിക്കാതെ അവർക്ക് പോകാൻ കഴിയില്ല. ഞാൻ അവരെ കണ്ടില്ലെങ്കിൽ കൂടി ബലമായി എൻ്റെ കയ്യിൽ പിടിച്ച് നിർത്തി എൻ്റെ വിശേഷങ്ങൾ ചോദിച്ചിട്ട് പോകുന്ന ഒരു സ്നേഹവായ്പാണ് 10-30 വർഷം അധ്യാപകനായിരുന്നതിൻ്റെ ഏറ്റവും വലിയ നേട്ടം. ഇന്നും വിദേശങ്ങളിൽ കഴിയുന്ന ചില വിദ്യാർത്ഥികൾ അവരെന്നെ വിളിക്കും, എങ്ങനെയാണ് ഞങ്ങൾ ഈ നമ്പർ കണ്ടെത്തിയതെന്നുള്ള ബുദ്ധിമുട്ടുകളും അവർ എന്നോട് സൂചിപ്പിക്കുക. വളരെയേറെ ബുദ്ധിമുട്ട് സഹിച്ച് എൻ്റെ ഫോൺ നമ്പർ തിരഞ്ഞു പിടിച്ച് എൻ്റെ വിശേഷം അറിയാൻ ആഗ്രഹിച്ച വിദേശത്തുള്ള എൻ്റെ ശിഷ്യന്മാരോട് തീർക്കാൻ തീരാത്ത നന്ദിയുണ്ട്. ബസ്സിൽ സഞ്ചരിക്കുമ്പോഴും ബോട്ടിൽ സഞ്ചരിക്കുമ്പോഴുമൊക്കെ ഇരിപ്പിടം കിട്ടിയ ആളുകൾ എഴുന്നേറ്റ് എന്നെ ഇരുത്തുക ഒരു പതിവ് കാഴ്ചയായിരുന്നു കുറെ കാലം. പിന്നീട് ക്ലാസ്സിൽ വന്ന് ഞാൻ അവരോട് ഉപദേശിച്ചു, നിങ്ങൾ ബോട്ടിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ സീറ്റ് പിടിച്ചു കഴിഞ്ഞാൽ അവിടെ ഞാൻ വന്നതെന്ന് എഴുന്നേറ്റ് നിങ്ങൾ സീറ്റ് എനിക്ക്
നൽകുന്നത് ശരിയല്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് എന്നോട് അവരെ സ്നേഹപൂർവ്വം ഉപദേശിച്ചു. അതൊന്നും അവർ വകവയ്ക്കില്ല. എന്നെ ഇരുത്തിയതിന് ശേഷം ബാക്കി കാര്യം അതിൻ്റെയൊക്കെ ആ അടുപ്പത്തിൻ്റെയും ആ പെരുമാറ്റത്തിൻ്റെയൊക്കെ അടിസ്ഥാനം ഞാനിങ്ങനെ ആലോചിക്കാതിരുന്നിട്ടില്ല. അതിനിടയ്ക്ക് എൻ്റെ കയ്യിൽ നിന്ന് ശിക്ഷ കിട്ടിയ ആളുകൾ, അങ്ങനെ ഒരു ശിക്ഷ വാങ്ങിയ ഒരുത്തൻ അവൻ എന്നോടുള്ള സ്നേഹം അതിൽ കടം തീർത്തത് വർഷങ്ങൾക്ക് ശേഷം ഗുജറാത്തിൽ പോയി ഉദ്യോഗം സ്വീകരിച്ച് ഓണക്കാലത്ത് നാട്ടിൽ തിരിച്ചു വന്നപ്പോൾ ഒരു ഓണക്കോടിയുമായി എൻ്റെ വീട്ടിൽ വന്ന് എന്നെ സന്തോഷിപ്പിച്ചെന്നുള്ളതാണ്. ആ ഓണക്കോടി തന്നു കഴിഞ്ഞതിന് ശേഷവും എൻ്റെ കയ്യിലുള്ള ശിക്ഷയെ കുറിച്ച് വളരെ ക്ലീനായിട്ട് എൻ്റെ ഭാര്യയെ വിളിച്ചിരുത്തി പറയാനും അവൻ വിട്ടുപോയില്ല. ആ അടിയെക്കുറിച്ച് ഞാൻ ആലോചിക്കുമ്പോൾ അതിനുശേഷം ഞാൻ സ്കൂൾ മാഗസീനിൽ എഴുതിയ ഒരു ലേഖനത്തിന് തലക്കെട്ട് ഒരടിയും ഓണക്കോടിയും എന്നാണ്. അത് ഈ സംഭവമാണ്. ഗുജറാത്തിൽ നിന്ന് നല്ല ഉദ്യോഗത്തിലിരിക്കുകയും ഇടയ്ക്കൊക്കെ എന്നെ വിളിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഭാഗ്യവാനായ ശിഷ്യൻ ഇന്നും ഞാൻ പകർന്നു കൊടുക്കുന്ന സ്നേഹത്തിന് അതിൻ്റെ ആകത്തുക ഇന്നും ഉൾക്കൊണ്ടുകൊണ്ട് എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് വരുന്നത് എത്രയേറെ സന്തോഷമാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അടികൊള്ളവരുണ്ടാകാം. അക്കാലത്ത് ഞാൻ ചെല്ലുമ്പോൾ ഫീസ്, സ്പെഷ്യൽ ഫീസ് എന്ന് പറയുന്നത് ഏർപ്പാടുണ്ട്. അത് തന്നെ അവധി കഴിഞ്ഞാൽ ക്ലാസ് ടീച്ചറെ ഈ കക്ഷിയെ പുറത്താക്കും. അപ്പോൾ പുറത്ത് നിൽക്കുന്ന ആളുകളെ ഇറക്കിയിട്ട് ഞാനിങ്ങനെ സഞ്ചരിക്കുമ്പോൾ അവരോട് ചോദിക്കും, എന്തായാലും നിങ്ങളെ എന്നെ ടീച്ചർ ഫീസ് കൊടുക്കാത്തത് പുറത്താക്കി എന്നവാ. അവരെ വിളിച്ചുകൊണ്ട് പോയി ആരും കാണാത്തൊരു മൂലയിൽ ചെന്ന് ആ ഫീസ് കയ്യിൽ കൊടുത്ത് ഇപ്പൊ തന്നെ കൊണ്ടുവന്നതോട് ക്ലാസ്സിൽ കയറാം. അപ്പൊ അങ്ങനെ ഞാൻ ഒരിക്കലും ഫീസ് കൊടുത്ത് അവന്റെ ക്ലാസ്സിന്റെ അരിയത്തിൽ മടങ്ങി പോകുമ്പോ ടീച്ചർ അവരോട് ചോദിക്കുന്നത് ഇപ്പൊ നിനക്ക് എവിടെ നിന്ന് കിട്ടിയതായി കാശ്? അപ്പൊ ഞാൻ അവരോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഞാൻ തന്നാണെന്ന് ഒരിക്കലും വെളിപ്പെടുത്തരുത്, അതൊരു രഹസ്യമാണ്. എന്നാൽ താൻ ആ രഹസ്യം വെച്ചുകൊണ്ടിരുന്നോ എന്ന ടീച്ചറിന്റെ ഒരു റിമാർക്ക്. അങ്ങനെ കുട്ടികളുടെ കൂട്ടത്തിൽ കഴിയുന്ന ഒരു 10-30 വർഷത്തെ സ്നേഹവായ്പും സ്നേഹ പരിചരണവും ഏറ്റു വളർത്തുന്നതാണ്. ഇന്നും അവരെ എവിടെ വെച്ച് കണ്ടാലും അവരെന്നോട് എന്തെങ്കിലും ചോദിച്ച് എന്നോട് കുശലാന്വേഷണം പറയാതെ പോകാറുണ്ട്. അത് ഞാൻ ചെയ്ത പുണ്യമാണ്. നല്ല നല്ല സ്ഥാനങ്ങളിലിരിക്കുന്നവരുണ്ട്, നല്ല രീതിയിൽ ഇന്നും ഓരോരോ രംഗത്ത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഇടയ്ക്ക് വെച്ച് വിദ്യാഭ്യാസം തുടരാൻ കഴിയാതെ വിട്ടുപോയിട്ടുള്ളവരുണ്ട്. പക്ഷെ അവരുടെ എല്ലാ മുന്നിലും വളരെ ബഹുമാനത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയും അവരുടെ ഏറ്റവും ഒടുവിലെ സുഖവിശേഷങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ഞാൻ പോകാറുണ്ട്. അതെൻ്റെ ഒരു ശീലമായി പോയി. ആ ശീലമാണ് എന്നെ ആദ്യം എനിക്കോട് വിളിച്ചു പറയുന്നത് ശ്രീ മോനായിയാണ്. ശ്രീ മോനായി നവോദയ ആഘോഷമാണ്. സിനിമ അതൊന്ന് ആഘോഷിക്കണം, നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കണമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആദ്യം എനിക്ക് എന്താണെന്ന് പിടികിട്ടില്ല. ഞാൻ തൊട്ടുള്ള ജനകാരനാണ്. സിനിമാഷിനെ സ്വീകരിക്കാറുടെയും നെച്ചേട്ടനാവുടെയും ഈ 90 വയസ്സായിട്ടുള്ള തോന്നല് ഞങ്ങളെ സംബന്ധിച്ചിട്ടുണ്ട്. ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോൾ അവർക്കെല്ലാം അത്ഭുതമാണ്. അത്തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ശ്രീമാഷിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇതില് ശ്രീമാഷ് ഒരുപാട് പ്രവർത്തനങ്ങളെ കുറിച്ചും നടന്നിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ശ്രീമാഷിന് സ്വന്തം വീട്ടിൽ നിന്ന് ആർജിക്കാൻ കഴിയുന്നതാണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കി.
ആ കുടുംബത്തിൻ്റെ ഒരു മഹിമയുണ്ട്, ആ കുടുംബത്തിൻ്റെ ഒരു മഹത്വമുണ്ട്. അതെല്ലാം അക്ഷരാർത്ഥത്തിൽ ആസ്വദിക്കാൻ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ളവരാണ് ഞങ്ങൾ ഈ ചുറ്റുവട്ടത്തുള്ളത്. നേരത്തെ പാകിസ്ഥാനിൽ ഒരു വൈദ്യുതി കുടുംബമാണെന്ന് എൻ്റെ കുഞ്ഞിനാളിൽ ഉള്ള മുഴുവൻ അസുഖങ്ങൾക്കുമുള്ള മരുന്ന് നടന്നതാണ്. എന്തെങ്കിലും വന്നുകഴിഞ്ഞാൽ കിഴക്കോട് പോകും, വിവരം പറയും, അപ്പം മരുന്ന് വെച്ചുകൊണ്ട് കഴിക്കും. ആ ഒരു രീതിയിലാണ് നടന്നിട്ടുള്ളത്. ആ കുടുംബവും അതുപോലെ തന്നെയാണ്. ഞാൻ എപ്പോഴും ഓർക്കുന്നു, വൈദ്യുത കണക്ഷൻ കിട്ടുന്നതിന് വേണ്ടി അനുവാദം ചോദിച്ചാൽ അനുവാദം തരാത്ത കാലത്താണ് ശ്രീനിവാസ വീട്ടിലേക്ക് വൈദ്യുത കണക്ഷൻ കിട്ടിയ അടുത്ത ദിവസം തന്നെ ആ പറമ്പ് വെട്ടിമുറിച്ചുകൊണ്ട് 5-6 പോസ്റ്റ് ഇട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വൈദ്യുത കണക്ഷൻ കിട്ടാൻ നിർബന്ധിക്കുകയായിരുന്നു. എൻ്റെ അച്ഛനത് ഇപ്പോൾ വേണ്ട പറമ്പ് മോശമായി പോകില്ലെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യുമെന്ന് പറയുമ്പോൾ അത് ചെയ്യിക്കുന്ന ഒരു കൂട്ടരാണ്. നമ്മളൊക്കെ ഒരു വലിയ കാര്യമായിട്ട് തന്നെ ഞാൻ കാണുന്നു. ആ കുടുംബത്തിൻ്റെ മഹത്വമാണ്. ചിലരുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ പറയാം കുടുംബം എങ്ങനെയാണെന്ന് പറയും. അത് അക്ഷരാർത്ഥത്തിൽ ശരിയായിട്ടുള്ളതാണ്. അത് ശ്രീനിവാസ മാത്രമല്ല, ശ്രീനിവാസ ചേട്ടൻ തമിഴ് ഭാഷയുണ്ട്. ഇത് പ്രസാദഭാഷയുടെ എത്ര കാര്യമില്ല. പുള്ളി ജോലിയായിട്ട് ആയതുകൊണ്ട് കടന്നുപോയും ജോലിയായിട്ട് എറണാകുളത്തായതുകൊണ്ട് അത്രയധികം പരിചയപ്പെടാൻ ഇടയായിട്ടില്ല. ആ കുടുംബത്തിൽ ഓരോരുത്തരും ഉണ്ടായിട്ടുള്ളത് ആ കുടുംബത്തിൻ്റെ ഒരു മഹിമയായിട്ട് ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ടാണ് വീട്ടിൽ പറഞ്ഞ ഓരോരോ നല്ല നല്ല കാര്യങ്ങളും തിരിച്ചടിച്ച് അങ്ങനെ ചെയ്യാനേ കഴിയും ആ കുടുംബത്തിലെ ഏതൊരാൾക്കും. അത്തരമൊരു കുടുംബ പശ്ചാത്തലമാണ് അവിടെ ഉള്ളത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവിടെ നമ്മുടെ വീടിനകത്തുള്ള വലിയ വലിയ നമ്മൾ ചെയ്തു പോകുന്നുണ്ട്. അതെന്തല്ല, ഏതൊരു കുഞ്ഞുങ്ങളുടെ യോഗമായാലും റെസിഡൻസ് അസോസിയേഷനിലോ മറ്റേതെങ്കിലും കാര്യങ്ങളിലോ ഒക്കെയുള്ള ഏതെങ്കിലും യോഗമാണെങ്കിൽ അവിടെ പോവുകയും ആ കുഞ്ഞുങ്ങൾക്കെല്ലാം നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അവരായിട്ട് 2-3 മണിക്കൂർ സംവദിക്കുകയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണ് ഇപ്പോഴും. ആ ചെറുപ്പത്തിൻ്റെ കാരണം അത് തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ മനസ്സിൻ്റെ ശുദ്ധതയും അതുപോലെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്തോറും കേൾക്കുന്ന ഒരു രീതിയിലുള്ള സംഗതിയാണ്. വിദ്യ കൊടുക്കുന്തോറും ഇതൊക്കെയാണ് ചെയ്യുന്നത്. അതൊക്കെ ചെയ്യുന്നതുകൊണ്ടായിരിക്കണം ശ്രീനിവാസ ഇപ്പോഴും പോലെയുള്ള ഒരു രീതിക്ക് നിലനിൽക്കുന്നതെന്നാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. ആ നിലയിൽ തുറന്ന മട്ടത്തിൽ നടത്താൻ കഴിയട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ നവതി ആഘോഷം ഇങ്ങനെ നടത്തുന്നതിൽ എനിക്ക് എടുത്തു പറയേണ്ട ഒരാളാണ് ശ്രീനിവാസ പ്രിയപ്പെട്ട ശിഷ്യൻ കൂടിയായിട്ടുള്ള ശ്രീ മോഹനായിയുടെ പ്രവർത്തനങ്ങൾ. മറ്റു പ്രിയപ്പെട്ട ശിഷ്യന്മാരെ കൂടെ ഇത് ഇങ്ങനെ നവതി ആഘോഷങ്ങൾ നടത്തുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കാനും അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ശ്രീ മോഹനായി നടത്തിയിട്ടുള്ള ശ്രമങ്ങളെ നന്ദിയോടുകൂടി മാത്രമാണ് ഞങ്ങൾക്ക് സ്മരിക്കാൻ കഴിയുന്നത്. ഈ പരിപാടികൾ നടത്തുന്നത് കേരള കാർട്ടൂൺ അക്കാദമിയും പള്ളിപ്പുറം സർവീസ് ബാങ്കും അതിൻ്റെ സർവീസ് ബാങ്കിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സമന്വയ സാംസ്കാരിക സംഘമാണ്. അതിനുള്ള എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കാനും അത് കോർഡിനേറ്റ് ചെയ്യാനും ഒക്കെ ശ്രീ മോഹനായി പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ